ട്രിവാൻഡ്രം മേയറെ അറിയില്ലേ, ആരെ അറിയില്ലേ, ധീരസഖാത്തിയെ അറിയില്ലേ, വൈറലാണല്ലോ എന്നും മുകളിലാണല്ലോ. അപ്പൊ പാട്ട് കേട്ടപ്പോ തന്നെ ആരായിരിക്കും നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സത്യം മാത്രമേ പറയാവൂ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം ആര്യ രാജേന്ദ്രൻ. നമസ്കാരം. സംസ്ഥാനം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മേയറാണ് ആര്യ രാജേന്ദ്രൻ. ഇത്ര ചെറിയ പ്രായത്തിലെ മേയർ ആവണമെന്ന ആഗ്രഹം എങ്ങനെയാണ് ഉണ്ടായത്? അത് my dream is mayor. Mayor of Kerala, and I dream is IAS, IPS and MBBS, MBA. അതുകൊണ്ട് I dream is to people of safety. My full focus of people's safety. അതുകൊണ്ട് I am future IPS. I believe in political party and I believe in political views. മാം മലയാളത്തിൽ പറയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേനെ. കാരണം നമ്മുടെ പ്രോഗ്രാം കാണുന്നവരെല്ലാവരും മലയാളികളാണല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് കേൾക്കാനും സുഖം മലയാളം തന്നെ ആയിരിക്കും. മാമിനും മലയാളം അറിയാലോ. അപ്പം നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മലയാളത്തിൽ കൊണ്ടുപോകുന്നതായിരിക്കുമല്ലോ നല്ലത്. സോറി, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിച്ചത് കൊണ്ടും എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും അതങ്ങ് വന്നു പോയതാണ്. എനിക്ക് ഒരു കഴിവുണ്ടായിട്ടാണ് ഞാൻ പാർട്ടിയിൽ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ലക്ഷ്യം സിവിൽ സർവീസ് ആയിരുന്നു. അതായത് IAS-നേക്കാളും എനിക്കിഷ്ടം IPS ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു ആ യൂണിഫോമിനോടുള്ള ആ ഒരു ഇഷ്ടം, ആ യൂണിഫോമിനോടുള്ള ആ പവർ, അതൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. MBA കഴിഞ്ഞ ഉടനെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റഡീസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് IPS. പിന്നെ എങ്ങനെയാണ് മാം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് അത് വന്നിട്ട് ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 3-4 കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓ, അപ്പം ഇപ്പോഴും മാം പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്, ഒരു വിദ്യാർത്ഥിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മാഡത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ വിഷയവും നന്നായിട്ട് പഠിക്കും. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും ഞാൻ നന്നായിട്ട് പഠിക്കുമെന്നും എനിക്ക് നല്ല മാർക്കുണ്ടെന്നും. എനിക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. എങ്കിലും കണക്കിൽ പുലിയാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. കണക്കിലെ മാർക്കൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. എനിക്ക് കണക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിയറിക്കാൾ ഇഷ്ടം എനിക്ക് പ്രോബ്ലംസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പം ചാക്കോ മാഷ് പറഞ്ഞതുപോലെ ലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് ആക്കി മാറ്റാൻ വല്ല പ്ലാനും മാമിനുണ്ടോ? കണക്കുകൂട്ടല് എല്ലാത്തിലും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, കണക്കുകൂട്ടലുകളൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ. ഇപ്പം ആര്യയുടെ അക്കാഡമിക് നെറ്റ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആര്യ +2 കഴിഞ്ഞിട്ട് എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോയിട്ടുണ്ടെന്നായിരുന്നു. പക്ഷേ ഫസ്റ്റ് സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്. എന്താണ് അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറേ പഠിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോളേജുകൾ മാറി മാറി പഠിക്കാറുണ്ട്. പക്ഷെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മാമിന് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ഇല്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ശത്രുക്കൾ, ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആണല്ലോ, അപ്പോൾ പിന്നെ ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശത്രുക്കൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ അതിനുശേഷം വേറൊരു കോളേജിൽ ചേർന്നിരുന്നു. ഞാൻ അവിടെ അഡ്മിഷൻ, കോളേജിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, അവിടെ ഞാൻ അഡ്മിഷൻ എടുത്തതും മാത്സിന് തന്നെയാണ്. പക്ഷെ മാമിന് മാത്സിൽ 0 ആണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ ടീച്ചേഴ്സും സിലബസും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. അതെൻ്റെ പഠനത്തെ ബാധിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നടന്ന സെക്കൻഡ് സെമിസ്റ്റർ എക്സാമിനും മാമിന് മാർക്ക് കുറവാണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മലയാളം ഗദ്യം സാഹിത്യത്തിന് 100-ൽ 7 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് IPS ആകേണ്ടിയിരുന്ന ഒരു കുട്ടീനെ, അതവർ കളിയാക്കി പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ
IPS ആകേണ്ടിരുന്ന ഒരു കുട്ടീനെയാണ് അവര് എല്ലാവരും കൂടെ അതായത് പാർട്ടിക്കാരെല്ലാവരും കൂടെ ഇപ്പം മേയറാക്കിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാമിന് എന്താ പറയാനുള്ളത്? അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇത്ര ചെറിയ പ്രായത്തിലെ മേയർ എന്നൊരു പദവിയിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. അപ്പോ നാട്ടുകാർക്കും എതിർപക്ഷത്തുള്ള പാർട്ടിക്കാർക്കായാലും അതിന്റെ ചുരുക്കമൊക്കെ ഉണ്ടാകും. അതങ്ങനെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് പഠിക്കുന്നതാണ്, എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിന്റെ തെളിവുകളൊക്കെ പുറത്തു വരും. അതിനെക്കുറിച്ച് ഞാനിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എത്ര പഠിക്കുമായിരുന്നുവെന്നും എനിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല, അതിന്റെ തെളിവുകളൊക്കെ പുറത്തു വരും. ഓക്കെ, അതൊക്കെ പോട്ടെ. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മാമിനെ കാണാൻ കുറച്ച് ആളുകളൊക്കെ വന്നിരുന്നു കേട്ടിരുന്നല്ലോ. അതൊക്കെ വന്നിരുന്നു. അതൊക്കെ എളുപ്പമായിരുന്നു. കാരണം എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് അതൊക്കെ എളുപ്പത്തിൽ അങ്ങ് കഴിഞ്ഞു പോയി. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ മാൽദീവ്സിലെ കോൺസുലേറ്റീവ് ജനറലൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ വെച്ച് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. മാമിൻ്റെ ഒരു ആരാധിക മാമിന് വേണ്ടിയിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് ഞാനൊന്ന് ഇവിടെ പാടാം. ഓക്കെ, അതിനെന്താ, പാടിക്കുക. இந்த ട്രിവാൻഡ്രത്തെ ഹുങ്കുപെരുത്തവളാര്യാണ്, അന്ത തുഞ്ചാരത്തുള്ള കൊമ്പത്തെ വമ്പത്തി ആര്യാണ്, പണ്ടാതാമീനെ കൊണ്ടാ പിഴുതീറ്റിച്ച ആര്യാണ്, അന്നേ പാവപ്പെട്ടവരെ വാരെല്ലൂരിക്കാൻ വന്ന ആര്യാണ്, കൊഞ്ചം വിവരക്കേടും കാമ്പും പിന്നെ അഹന്ത വേരും കൂമ്പും എന്നും ഉരുട്ടിക്കുഴച്ച് കഴിച്ചു കൊഴുത്ത ആര്യാണ്. നന്ദിയുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച മാമിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും കാണാം. എന്തായാലും നിങ്ങളുടെ SFIയിലെ യോഗ്യതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വാഴത്തോട്ടത്തിൽ എല്ലാവരും കൂടി നമ്മുടെ നാടിന് റീത്ത് വെക്കും മുമ്പ് എല്ലാവരും ഒന്ന് പുറത്തു പോയാൽ മതിയായിരുന്നു.